أشهد أن لا إله إلا الله وحده لا شريك له حسنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا بالإسلام خير أمة أخرجت للناس نأمرون بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن أسوتنا وإمامنا ومعلمنا وقاعدنا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وخير الأمور عوازمها وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. ഇത്രയും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മിൽ നിന്ന് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടാകും. രഹസ്യവും പരസ്യവുമായും അറിഞ്ഞും അറിയാതെയും നാം ഒരുപാട് തെറ്റുകൾ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം പുറത്തു നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഭവനത്തിൽ നാം ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളെ, ഇസ്ലാമിക ലോകം കണ്ട മദ്ഹബുകൾക്ക് അതീതമായി ഫിഖഹിന്റെ വിശാലത പഠിപ്പിച്ച, ഇൽമു കൊണ്ടും വാളുകൊണ്ടും ഇസ്ലാമിന് വേണ്ടി പോരാടിയ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം, അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി നിലകൊണ്ടു എന്നതിന്റെ പേരിൽ അദ്ദേഹം ജയിലിൽ കിടക്കുന്നുണ്ട്. ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം വെള്ളിയാഴ്ച ദിവസം ആയിക്കഴിഞ്ഞാൽ തനിക്ക് ആ ജയിലിൽ വെച്ച് എത്രത്തോളം നന്നായി വൃത്തിയാകാൻ കഴിയുമോ അത്രയും നന്നായി വൃത്തിയാകും. തന്റെ കയ്യിലുള്ള ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും. എന്നിട്ട് ജയിലിന്റെ കവാടം വരെ അദ്ദേഹം നടന്നു ചെല്ലും. അദ്ദേഹം നടന്നു ചെല്ലുമ്പോൾ ഭടന്മാർ, ജയിലിന്റെ കാവൽക്കാർ അദ്ദേഹത്തെ മടക്കി തിരിച്ചയക്കും. അവിടെ നിന്ന് അദ്ദേഹം അള്ളാഹുവിനോട് പറയുന്ന ഒരു വർത്തമാനം, അല്ലാഹുമ്മ ഇന്നി അജബ്തു ദഅീക, അള്ളാഹുവേ നിന്റെ വിളിക്കുത്തരം ഞാനിതാ നൽകുന്നു.
ഫമനഊനി, പക്ഷേ ഈ ആളുകൾ എന്നെ തടയുകയാണ് റബ്ബേ എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു. ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞത് നമ്മുടെ പൂർവികർ ഈ ഒരു ദിവസത്തെ, വെള്ളിയാഴ്ച ദിവസത്തെ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മൾ വേണ്ടത്ര ഗൗരവം കൊടുക്കാത്ത, വേണ്ടത്ര ശ്രദ്ധിക്കാത്ത ഒരു ദിവസമായി പോയിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം, ജുമുഅ ദിവസം എന്നത്. പരിശുദ്ധ ഖുർആൻ പ്രത്യേകം ഈ ഒരു ദിവസത്തെ എടുത്തു പറയുകയും ഈ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കുകയും ചെയ്ത സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞ ഈ ദിവസത്തിന്റെ പ്രാധാന്യവും ഈ ദിവസത്തിന്റെ ഗൗരവവും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവാണെ നമ്മൾ നഷ്ടകാരികളാണ്. നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കും. തിങ്കളും ചൊവ്വയും ബുധനും അതുപോലെയുള്ള ഒരു ദിവസമായിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു ദിവസത്തെ സമീപിക്കുന്നത് എങ്കിൽ തീർച്ചയായും നമ്മൾ നഷ്ടകാരികളായിരിക്കും. ഇസ്ലാമിന്റെ ഒരു സാങ്കേതിക ശബ്ദം അല്ലെങ്കിൽ ഒരു സാങ്കേതിക പദമാണ് ജുമുഅ എന്നത്. ജുമുഅ എന്നതിന്റെ ഭാഷാർത്ഥം അത് സമ്മേളിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുക എന്നൊക്കെയാണ് അതിന്റെ ഭാഷാപരമായിട്ടുള്ളതിന്റെ അർത്ഥം. ജാഹിലിയ്യ കാലഘട്ടത്തിലും അറബികൾ ഒന്നിച്ചു കൂടിയിരുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു, യൗമുൽ അറൂബ് എന്നാണ് ആ ദിവസത്തിനെ അവര് വിളിച്ചിരുന്നത്. മുസ്ലിങ്ങളുള്ള ഒരു നാട്ടിൽ അവിടുത്തെ മുസ്ലിങ്ങൾ എല്ലാവരും അല്ലെങ്കിൽ വിശ്വാസികൾ എല്ലാവരും ഒന്നിച്ചുകൂടി ഇരിക്കുന്ന ആ ഒരു ഇജ്തിമാഇനെ അല്ലെങ്കിൽ ആ ഒരു സമ്മേളനത്തെയാണ് നമ്മൾ ജുമുഅ എന്ന് വിളിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ആ ദിവസം, ആ ഏതാനും ചില മണിക്കൂറുകൾ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. ഇത് വിശ്വാസികൾക്ക് മാത്രം അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന് മാത്രം കൽപ്പിച്ച ഒന്നല്ല. പൂർവമതങ്ങളായ യഹൂദ വിശ്വാസികൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസം നിശ്ചയിച്ചു നൽകിയിരുന്നു. യഥാർത്ഥത്തിൽ യഹൂദർക്കും അള്ളാഹു നൽകിയ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. പിന്നീട് അവരാണത് ശനിയാഴ്ചയായി തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് അത് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആ ദിവസം അവരുടെ സൗകര്യപ്രകാരം ആ ദിവസം അവരുടെ ആരാധനയ്ക്ക് വേണ്ടി നീക്കിവെക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ചു. അതാണ് യൗമുസ് സബ്ത്, ശനിയാഴ്ച ദിവസം. ക്രൈസ്തവരെ സംബന്ധിച്ച് യേശുക്രിസ്തുവിന്റെ പുനർവരവ് അല്ലെങ്കിൽ രണ്ടാമത് ഉയർത്തെഴുന്നേറ്റ ദിവസമായി അവർ കരുതുന്ന ഞായറാഴ്ച ദിവസമാണ് ക്രൈസ്തവ മതവിശ്വാസികൾ അവരുടെ ഒരു പ്രധാന ആരാധന ദിവസമായി അവര് കണക്കാക്കിയിരുന്നത്. ഹിജറ ക്രിസ്താബ്ദം 321 റോമൻ ചക്രവർത്തി ആ ദിവസത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് ആ ദിവസം അവർ ആരാധനക്കായി തിരഞ്ഞെടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ക്രൈസ്തവരും യഹൂദരും ഏത് ദിവസത്തെയാണോ തെരഞ്ഞെടുത്തത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് അള്ളാഹു തെരഞ്ഞെടുത്ത ദിവസമാണ് ജുമുഅ ദിവസം എന്നത്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്നതിൽ ഏറ്റവും നല്ല ദിവസമാണ് ജുമുഅ ദിവസം. ഫീഹി ഖലഖ ആദം വഫീഹി ദഖലൽ ജന്ന വഫീഹി അഖ്റജ മിൻഹു. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ച ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ആദം നബിയെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതും അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് പുറത്താകുന്നതും അഥവാ ഈ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെടുന്നതും
വെള്ളിയാഴ്ച ദിവസം തന്നെയാണ്. വലാ തഖൂമു സ്സാഅത ഇല്ലാ ഫീ യൗമിൽ ജുമുഅ. അഥവാ ഖിയാമത്ത് നാൾ അന്ത്യദിനം സംഭവിക്കുന്നതും ഈ വെള്ളിയാഴ്ച ദിവസമായിരിക്കും. വലാ തഖൂമു സ്സാഅത ഇല്ലാ ഫീ യൗമിൽ ജുമുഅ ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമുൽ ജുമുഅ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം അത് ജുമുഅ ദിവസമാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത്. ജുമുഅ എന്നത് ഹിജ്റക്ക് മുമ്പേ നിർബന്ധമാക്കപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ഒരു ദിവസമായിരുന്നു. പക്ഷേ മക്കയിലെ സാഹചര്യം ജുമുഅ കൂടാനും അവിടെ ഒന്നിച്ചിരിക്കാനും പറ്റിയ ഒരു സാഹചര്യമായിരുന്നില്ല മക്കയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മദീനയിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംബാസഡറായി പോയ, മദീനയിൽ ഇസ്ലാമിക പ്രചരണം അല്ലെങ്കിൽ ഇസ്ലാമിക പ്രബോധന ദൗത്യം ഏൽപ്പിച്ച മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ആദ്യം നടപ്പിലാക്കാൻ പറഞ്ഞ സംഗതി ജുമുഅ നടപ്പാക്കുക എന്നതാണ്. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവും 12 ആളുകളുമാണ് ആദ്യത്തെ ജുമുഅ നടത്തുന്നത് മദീനയിൽ വെച്ച്. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി മദീനയിലെത്തി ആദ്യം സ്ഥാപിക്കുന്ന ചില കാര്യങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഒന്നുകൂടിയായിരുന്നു ജുമുഅ നടപ്പിലാക്കുക എന്നത്. ഇമാം ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സീറയിൽ, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വിശദീകരിക്കുന്നത്, ആഴ്ചയിൽ മദീനയിലെ യഹൂദരും ക്രൈസ്തവരും ഒരു ദിവസം അള്ളാഹുവിന് വേണ്ടി പ്രത്യേക ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നതിൽ കണ്ട മദീനയിലെ വിശ്വാസികൾക്കും ആഗ്രഹമുണ്ടായിരുന്നു, ഒരു ദിവസം അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഞങ്ങൾക്കും മാറ്റിവെക്കണമെന്നത്. അവരുടെ ആഗ്രഹം കൂടിയായിരുന്നു ഈ ഒരു ദിവസം എന്നത്. പലപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, ജുമുഅ ദിവസത്തിന്റെ പ്രാധാന്യവും അതിന്റെ ശ്രേഷ്ഠതയും നമുക്ക് അറിയാത്തത് കൊണ്ടാണോ നമ്മൾ അതിനെ അവഗണിക്കുന്നത്? അതല്ല, അത് അറിഞ്ഞിട്ടും അതിന് വേണ്ടത്ര ഗൗരവം നൽകാത്തതാണോ എന്ന് നമ്മൾ ഓരോരുത്തരൊന്ന് സ്വന്തത്തോട് തന്നെ ചോദിച്ചു നോക്കാം. ഈ ദിവസത്തിന്റെ ഫളലുകളും അതിന്റെ പ്രാധാന്യവും അതിന്റെ ഗൗരവവും പല ഖുതുബകളിലും പല സന്ദർഭങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും. അത് കേട്ടിട്ടും ഈ ദിവസത്തെ അവഗണിക്കുന്നത് അതെന്റെ സ്വന്തം താല്പര്യമാണ് എങ്കിൽ നമ്മളൊന്ന് പേടിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര ഗൗരവത്തിൽ ഊന്നിക്കൊണ്ട് വിശ്വാസി സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്ന ഈ ഒരു ദിവസം, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്നത്, അറഫ ദിവസം എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ, അറഫ ദിവസം കഴിഞ്ഞാൽ അതേ പ്രാധാന്യമുള്ള ദിവസം ജുമുഅ ദിവസമാണ് എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത്. കാരണം ഒരാളുടെ ഹജ്ജ്, അൽ ഹജ്ജു അറഫ, ഒരാളുടെ ഹജ്ജ് പൂർത്തിയാവണമെങ്കിൽ ഇത് അറഫയിൽ നിൽക്കണം. അറഫയിൽ നിന്നില്ലെങ്കിൽ ആ ഹജ്ജ് പൂർത്തിയാവില്ല. ഒരു വിശ്വാസിയുടെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ അവൻ ഈ ജുമുഅ ദിവസം അല്ലെങ്കിൽ ഈ ജുമുഅ അവനക്ക് കിട്ടിയിട്ടുണ്ടാകണം. ജുമുഅ ഒരാഴ്ച ഒരു മനുഷ്യന് അവനക്ക് ജുമുഅ നഷ്ടപ്പെട്ടാല്, വേണ്ട രീതിയിൽ ആ ജുമുഅ അവനക്ക് ലഭിച്ചില്ല എങ്കിൽ അവൻ നഷ്ടകാരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു, ആ അഭിസംബോധനക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു എന്ന് പരിശുദ്ധ ഖുർആനിൽ വിളിക്കുന്നത് 3 അർത്ഥങ്ങളിലാണ്. ഒന്ന്, വിശ്വസിച്ചവരെ എന്നാണ്. 2, അള്ളാഹുവിൽ നിർഭയത്വം കണ്ടെത്തിയവരെന്നാണ്. അള്ളാഹു ആണ് എനിക്ക് എല്ലാത്തിനേക്കാളും മുകളിലുള്ളത് എന്ന് അംഗീകരിച്ച ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾ എന്ന് വിളിക്കുന്നത്. 3ാമതായിട്ട് അള്ളാഹുവിന്റെ ആ വിശ്വാസത്തെ അംഗീകരിച്ച് അത് മറ്റു ജനങ്ങൾക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥത ഏറ്റെടുത്ത ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിക്കുന്നത്. നമ്മൾ ഈ 3 വിഭാഗത്തിൽ ഏതിലാണ് പെടുക എന്ന് നമ്മളൊന്ന് സ്വയം ആലോചിച്ച് നോക്കുക.
യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅ ദിവസം നിങ്ങളെ വിളിക്കപ്പെട്ടാൽ, അഥവാ ജുമുഅ ദിവസത്തിലേക്ക് നിങ്ങളെ വിളിക്കപ്പെട്ടാൽ, ഫസ്ഔ ഇലാ ദിക്രില്ലാ. സഅ എന്ന് പറഞ്ഞാൽ നമ്മൾ സഅയ് കേട്ടിട്ടുണ്ടാവും. ഹജ്ജിന്റെ ഒരു ഭാഗമാണ് സഅയ്. സഅയ് എന്നാണ് കുറച്ച് നടത്തത്തിൽ കുറച്ച് വേഗത കൂട്ടിയിട്ട് നടക്കാന്നൊക്കെയാണ് അതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം. ഫസ്ഔ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇലാ ദിക്രില്ലാ, അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് വരണമെന്നാണ്. ഞാൻ ഏർപ്പെടുന്ന എല്ലാ വ്യവഹാരങ്ങളെയും അവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട്, അവിടെ നിർത്തിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഈ സ്മരണയിലേക്ക്. ദിക്ർ കൊണ്ട് ഉദ്ദേശം ജുമുഅ ദിവസത്തെ ഈ ഖുതുബയാണ്. ജുമുഅ ദിവസത്തെ ഈ ഖുതുബയാണ് ദിക്ർ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഏർപ്പെടുന്ന ഏത് സംഗതി ആയാലും അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് വരണമെന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തു. വദറുൽ ബൈഅ, നീ ഏർപ്പെടുന്ന കച്ചവടമായിക്കോട്ടെ, നീ ഏർപ്പെടുന്ന ഏത് ജോലി ആയിക്കോട്ടെ, അതെല്ലാം അവിടെ നിർത്തിവെച്ച് അള്ളാഹുവിന്റെ വിളിക്ക് നീ ഉത്തരം നൽകണം. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, അതാണ് നിനക്ക് ഏറ്റവും ഉത്തമകരമായിട്ടുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ആ വെള്ളിയാഴ്ച ദിവസം തഖഅദുൽ മലായികതു അലാ ബാബിൽ മസ്ജിദ്, ഈ പള്ളിയുടെ കവാടത്തിന്റെ മുമ്പിൽ മലക്കുകൾ ഇങ്ങനെ ഹാജരായിട്ടുണ്ടാകും. യക്തുബൂന മജീഅൻ നാസ്, ആരൊക്കെയാണ് വരുന്നത് എന്ന് അറ്റൻഡൻസ് എടുക്കാൻ, ആരൊക്കെ പള്ളിയിൽ വരുന്നുണ്ട് എന്ന് അറിയുന്നതിന്റെ അറ്റൻഡൻസ് ലിസ്റ്റുമായിട്ടാണ് മലക്കുകൾ കവാടത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുക. ഹത്താ യഖ്റുജുൽ ഇമാമ ഫഇദാ ഖറജ തഅഉ സുഹ്ഫ വറഫഅതുൽ അക്ലാം, ഖതീബ് മിമ്പറിൽ കയറി സലാം ചൊല്ലുന്നതോടുകൂടി മലക്കുകള് അവരുടെ പേന താഴെ വെക്കും. അറ്റൻഡൻസ് അല്ലെങ്കിൽ രജിസ്റ്റർ ക്ലോസ് ചെയ്യും. പിന്നെ പള്ളിയിൽ വരുന്ന ആളുകളുടെ പേരൊന്നും മലക്കുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ മിമ്പറിൽ ഖതീബ് കയറിയതിന് ശേഷം പള്ളിയിലെത്തുന്ന ആളുകളുടെ ലിസ്റ്റ് നാളെ പരലോകത്ത് ചെന്ന് അള്ളാഹു, ഞാൻ ആ ദിവസം പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ആ ദിവസം പള്ളിയിൽ അറ്റൻഡ് ചെയ്തിരുന്നു, ഖതീബ് എന്താ പറഞ്ഞതെന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു പറയും, നിന്നോട് പള്ളിയിൽ വരാൻ പറഞ്ഞ സമയം ഏതായിരുന്നു? മലക്കുകൾ രജിസ്റ്റർ ചെയ്യണ സമയത്ത് എത്തണം. നമുക്ക് സ്കൂളിൽ ഒരു ദിവസം ഒന്ന് ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം ബോധിപ്പിച്ചാൽ മതി. വറൂരിയായിട്ടുള്ള അല്ലെങ്കിൽ അനിവാര്യമായിട്ടുള്ള ഏതെങ്കിലും കാരണത്താൽ നമ്മൾ ലേറ്റ് ആയാൽ അള്ളാഹു അത് പുറത്തുവരും. അതല്ലാത്ത കാരണത്താൽ ഒരാള് വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വരുന്നത് വൈകിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരില്ല. മലക്കുകൾ അത് രജിസ്റ്റർ ചെയ്യില്ല. മലക്കുകൾ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അത് ക്ലോസ് ചെയ്ത് മലക്കുകൾ നമ്മളുടെ ഈ ഖുതുബ കേൾക്കാൻ ഈ സദസ്സിൽ വന്നിരിക്കും മലക്കുകൾ. ഫതഖൂലുൽ മലായികതു ബഅ്ദുഹും ബിബഅ്ദിൻ മാ ജലസ ഫുലാനൻ വമാ ജലസ ഫുലാനൻ, അത് മലക്കുകൾ ഇങ്ങനെ എണ്ണൊടുക്കും, ആരൊക്കെയാണ് പള്ളിയിൽ കൃത്യമായി വന്നത്, ആരൊക്കെയാണ് നേരം വൈകി വന്നത് എന്ന്. അത് മാത്രമല്ല മലക്കുകൾ ശ്രദ്ധിക്കുന്നത് ഫജലസു ഫസ്തമഉ ദിക്ർ, ആരൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്, ആരൊക്കെയാണ് ഫസ്തമഉ ദിക്ർ, ആരൊക്കെയാണ് ആ ഉത്ബോധനം കേൾക്കുന്നത് എന്ന് മലക്കുകൾ പ്രത്യേകം നോട്ട് ചെയ്യും. അപ്പൊ കിടന്നുറങ്ങിക്കഴിഞ്ഞാല് മലക്കുകൾ അതെന്ത് ചെയ്യും? ആ അറ്റൻഡൻസ് ലിസ്റ്റ് അവിടെ വെട്ടും. അപ്പൊ ഉറങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എഴുന്നേറ്റിരുന്നോ, ഇല്ലെങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് നമ്മുടെ പേര് മായ്ക്കപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് അൽ ജുമുഅതു ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ ഫീ ജമാഅത്തി ഇല്ലാ അർബ, എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധമായ ഒന്നാണ് ജുമുഅ എന്നത്. 4 ആളുകൾക്ക് അതിൽ അല്ലാഹു ഒഴിവ് അല്ലെങ്കിൽ ഒരു റുഖ്സ നൽകിയിട്ടുള്ളൂ. അല്ല അബ്ദുൽ മംലൂക്ക് അഥവാ അടിമയായ മനുഷ്യൻ. ഇന്നിപ്പോ അടിമത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ആള് ഇല്ല. വ ഇംറഅത്തുൻ, പിന്നെ സ്ത്രീകളാണ്. ഔ സബിയുൻ, പിന്നെ കുട്ടികളാണ്. ഔ മരീദുൻ, പിന്നെ രോഗികളാണ്.
ഇതല്ലാത്ത എല്ലാ ആളുകളും ഈ ജുമാ ദിവസത്തിൽ നേരം വൈകിയാണ് വരുന്നത്, അല്ലെങ്കിൽ ഈ ജുമാ ദിവസം അവഗണിക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആളുകളുടെ പേര് അവഗണിക്കുമെന്നാണ് പറയുന്നത്. നമ്മളൊന്ന് ആലോചിക്കും, നമ്മളൊരു സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോവുകയാണ്. 9 മണിക്കാണ് ഷോ. എന്തായിരിക്കും ആ 9 മണിക്ക് കൃത്യമായി അവിടെ എത്തിച്ചേരാനുള്ള നമ്മുടെ ജാഗ്രത? 9 മണിക്ക് ഷോ തുടങ്ങും, ഭാര്യമാരെ വിളിച്ചു തുടങ്ങും, വേഗം റെഡിയാവും, മക്കളെ വേഗം റെഡിയാക്കും, നമുക്ക് 9 മണിക്ക് ചെന്നില്ലെങ്കിൽ സിനിമ തുടങ്ങും. അതല്ല, ഇന്ന് ഏതെങ്കിലും ഫുട്ബോൾ മാച്ച് ഉണ്ട്, ഏതെങ്കിലും കളിയുണ്ട്, അല്ലെങ്കിൽ സ്റ്റേഡിയത്തിൽ പോകണം, അല്ലെങ്കിൽ ടിവിയിലാണ് കളി, നമ്മൾ അതിനൊക്കെ വേണ്ടി തയ്യാറാകുന്ന, അതിനൊക്കെ കാണിക്കുന്ന ഒരു ജാഗ്രത എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് വിളിക്കുന്ന ഈ ദിവസത്തിൽ നേരത്തെ ഹാജരാകാൻ നമ്മൾ കാണിക്കാത്തത്? നമ്മൾ മക്കളെയും ഭാര്യമാരെയും എല്ലാം വിളിച്ച് അവരെയെല്ലാം തയ്യാറാക്കിയിട്ടാണ് നമ്മൾ സിനിമക്കും മറ്റു സംവിധാനങ്ങൾക്കും കല്യാണങ്ങൾക്കും എല്ലാ പാർട്ടികൾക്കും നമ്മൾ നേരത്തെ അവിടെ ഹാജരാകുന്നത്. അള്ളാഹുവിന്റെ വിളിക്ക് മാത്രം ഹാജരാകാൻ നമുക്ക് എന്താ കഴിയാത്തത്? കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതി. ഓരോ ആളുകളും ഭരണാധികാരികളാണ്, ഓരോ ആളുകളും അള്ളാഹുവിന്റെ മുമ്പിൽ അവനിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തിന് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും. ഹദീസ് വിശദീകരിക്കുന്നത്, ഒരു പുരുഷൻ അവന്റെ കുടുംബത്തിന്റെ ഭരണാധികാരിയാണ്, ഒരു സ്ത്രീ ആ കുടുംബത്തിന്റെ ഭരണാധികാരിയാണ്. തന്റെ കുടുംബത്തിലെ ആളുകളെ, തന്റെ ഭർത്താവ് നേരത്തെ പള്ളിയിൽ പോണില്ല എങ്കിൽ ഭാര്യമാര് പറഞ്ഞയക്കണം നേരത്തെ പള്ളിയിലേക്ക്. മക്കൾ പള്ളിയിലേക്ക് പോകുന്നില്ല എങ്കിൽ ആ കുടുംബത്തിന്റെ ഗൃഹനാഥൻ മക്കളെ നേരത്തെ പള്ളിയിലേക്ക് അയക്കണം. അത് അവരുടെ മേൽ ഉത്തരവാദിത്തമാക്കപ്പെട്ട സംഗതിയാണ്. അതിൽ വീഴ്ച വരുത്തിയാൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചോദ്യം ചെയ്യുമെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം, വെള്ളിയാഴ്ച ദിവസം, നമ്മുടെ അടുത്തുള്ള ആളുകളായിരിക്കും. ആലോചിച്ച് നോക്കാം, നമ്മള് ഈ ചുറ്റുവട്ടത്തുള്ള ആളുകളായിരിക്കും. ഒരു 5 മിനിറ്റ് നേരത്തെ എത്തിയാൽ 12:45 ഖുതുബ തുടങ്ങും. ഒരു 5 മിനിറ്റ് നേരത്തെ പോന്നു കഴിഞ്ഞാല് ആ മലക്കുകളെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് കയറിയിരിക്കാം. എന്തിനാണ് നമ്മൾ പിന്നെയും വൈകിക്കുന്നത്? ചിലപ്പോൾ നമ്മൾ ഇതിന്റെ മുകളിലുള്ള ആളുകളായിരിക്കും, മുകളിൽ താമസിക്കുന്ന ആളുകളായിരിക്കും. ഒന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയായിരിക്കും 12:45 എന്നുള്ളത് 1 മണിയാകുന്നതും 1:15 നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമുക്ക് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര ഗൗരവത്തിൽ ഊന്നി പറഞ്ഞതുകൊണ്ട്? വദറുൽ ബൈഅ, നമുക്കൊരു വിചാരമുണ്ട് ആ സമയത്ത് നടത്തുന്ന കച്ചവടങ്ങളൊക്കെ നല്ല ലാഭകരമായിരിക്കും. അള്ളാഹു പ്രത്യേകം ഊന്നി പറഞ്ഞത് നിങ്ങളെ ആ സമയത്ത് കച്ചവടം ഒഴിവാക്കാനാണ്, അഥവാ നിങ്ങൾ ഏർപ്പെടുന്ന വ്യവഹാരങ്ങൾ. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഈ സമയത്താണ് എനിക്ക് കുറച്ച് ലാഭം കിട്ടുന്ന സമയം, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ കച്ചവടം സാധനങ്ങൾ വാങ്ങാൻ വരുന്ന സമയം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കച്ചവടത്തിൽ ബർക്കത്തില്ല. അള്ളാഹു വിലക്കിയ, ഉസൂലിന്റെ പണ്ഡിതന്മാര് വാജിബിന്റെ സിഅയിൽ, നിർബന്ധമാക്കപ്പെട്ട സിഅയിൽ, ആ നിർബന്ധത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്തിയ ഒരു പദമാണ് വദറുൽ ബൈഅ. കച്ചവടം ഉപേക്ഷിക്കുക എന്നത് വാജിബാണ്, നിർബന്ധമാണ്. ആ സമയത്ത് ആരെങ്കിലും കച്ചവടം ചെയ്യുന്നുണ്ട് എങ്കിൽ അവൻ ചെയ്യുന്നത് അവിടെ വാജിബിന് വിരുദ്ധമായിട്ടുള്ള സംഗതിയാണ്. അവൻ അള്ളാഹുവിന്റെ വിധിക്കെതിരായി കൊണ്ടാണ് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അള്ളാഹു വിലക്കിയ ഒരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ അതിന് ഗുണമുണ്ടാകുക, ദോഷമുണ്ടാകുക. അള്ളാഹു വിലക്കിയ ഒരു സംഗതി ചെയ്യുന്നതിലൂടെ അവന്റെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുന്ന എല്ലാ ദോഷവും, ആ ദോഷത്തെ കുറിച്ച് പറയുന്നത് തലമുറകളോളം നിലനിൽക്കുന്ന ദോഷങ്ങൾ വരെ നമ്മളിലേക്ക് വന്നു ഭവിക്കുമെന്നാണ് ഉലമാക്കൾ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. എല്ലാ വ്യവഹാരങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ ദിക്റിലേക്കാണ്, അള്ളാഹുവിന്റെ സ്മരണയിലേക്കാണ് വിളിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമുഅയിലെ ഈ ആയത്ത് അവതരിക്കുന്ന ഒരു സന്ദർഭം അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. തിജാറത്തുൻ മിൻ ഷാം വളറബ ലഹാ ഖബ്ലുൻ യുഅദ്ദി നാസു ബിഖുദൂമിഹി. മദീനയിൽ ഭയങ്കര ക്ഷാമമാണ്, ആളുകളൊക്കെ പട്ടിണിയിൽ പോകുന്ന ഒരു സമയമാണ്. അപ്പൊ ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് ലാഭവുമായി ഒരു സംഘം കടന്നു വരുന്നു. അവരിങ്ങനെ
വിളിച്ചു പറയുന്നുണ്ട്, ഇതാ ലാഭവുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് എന്ന്. അവര് വരുന്ന സന്ദർഭം അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലിരുന്ന് ഖുതുബ പറയാണ്. ഈ ജുമുഅ വേള ഇതേ ഒരു സന്ദർഭത്തിൽ ഇരുന്നിട്ടാണ് ആ സംഘം കടന്നു വരുന്നത്. യഖ്തുബു യൗമുൽ ജുമുഅത്തി ഫഅറജ ഇലൈഹി നാസ്. ജനങ്ങളെല്ലാവരും കൂടി തങ്ങൾ പട്ടിണിയിലാണ്. ആ ഭക്ഷണം വന്നതിന്റെ സന്തോഷത്തില് ആ ജുമുഅയെ ഒഴിവാക്കി എല്ലാ ആളുകളും ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്കോടി. വലം യബ്ഖാ മസ്ജിദൻ ഇല്ലാ 12 റജുലൻ. ആകെ 12 ആളുകളാണ് ആ പള്ളിയിൽ ബാക്കിയായിട്ട് ഉണ്ടായിരുന്നത്. മിസ്ല അബൂബക്കർ വഉമർ വഉസ്മാൻ തുടങ്ങിയ പ്രധാനപ്പെട്ട സഹാബിമാരല്ലാത്ത ആളുകളെല്ലാം ആ പള്ളിയിൽ നിന്ന് ആ കച്ചവട സംഘത്തിന്റെ അടുക്കലേക്ക് ഓടിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ ബിനഫ്സി ബിയദിഹി ലൗ തതാബഅതും ഹത്താ ലം യബ്ഖാ അഹദും മിൻകും. നിങ്ങൾ ഇത്രയും ആളുകൾ ഈ പള്ളിയിൽ ബാക്കിയായി ഇല്ലായിരുന്നു എങ്കിൽ ലസാല ബികും വാദിൻ നാർ. ഒരു തീയുടെ അല്ലെങ്കിൽ ഒരു തീയുടെ വെള്ളപ്പൊക്കം പോലെ വന്ന് വെള്ളപ്പൊക്കം പോലെ വന്ന് ഈ നാടിനെ മുക്കിക്കൊല്ലുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ആ ജനങ്ങൾ പട്ടിണിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അവർക്കൊരു ആശ്വാസമായിട്ടാണ് ആ സംഘം വരുന്നത്. സ്വാഭാവികമായിട്ടും മനുഷ്യന അവന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണത്തിനുള്ള താല്പര്യം കൊണ്ട് ഓടിപ്പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവം സൂചിപ്പിക്കുന്നത് അതാണ് അവിടെ വരുന്നതെങ്കിലും, നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ എല്ലാ വ്യവഹാരങ്ങളും അവിടെ നടക്കുന്നുണ്ട് എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റിലേക്ക്, അല്ലാഹുവിന്റെ ഈ ജുമയിലേക്ക് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളെല്ലാം പ്രാധാന്യം, അതിനേക്കാളെല്ലാം മുൻഗണന നൽകേണ്ടത് ഈ ദിവസത്തിനാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു സുബ്ഹാനഹു വ തആലയും നമ്മളെ പഠിപ്പിക്കുന്നത്. എത്രയും ഗൗരവമുള്ള ഒരു കാര്യമാണ് ഈ ജുമുഅ ദിവസം, അതുപോലെ ഈ ജുമുഅ സമയം എന്നത്. റസൂൽ കരീം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്, ഖുൽ മാ ഇൻദല്ലാഹി ഖൈറുൻ മിനൽ ലഹ്വി വ മിനത് തിജാറ വല്ലാഹു ഖൈറുർ റാസിഖീൻ. അല്ലാഹുവിന്റെ അടുക്കലുള്ള കച്ചവടമാണ് ഏറ്റവും നല്ല കച്ചവടം. അല്ലാഹുവാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്. നിങ്ങളെ റിസ്ക് അന്വേഷിച്ച് നിങ്ങള് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഈ ദിക്റിനെ മറന്നുകൊണ്ട് ആ സമയം നിങ്ങളുടെ മറ്റു വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നത് എങ്കിൽ അതിലൊന്നും നിങ്ങൾക്ക് ബറക്കത്തില്ല. ഞാനാണ് റിസ്ക് നൽകുന്നത്, അള്ളാഹുവാണ് റിസ്ക് നൽകുന്നത്. നിങ്ങൾക്ക് വേണ്ട നല്ല റിസ്ക് ഏതാണ് അത് വേണ്ട രൂപത്തിൽ നൽകാൻ എനിക്കറിയാം. നിങ്ങൾ ഇതിൽ വന്നാലും നിങ്ങൾക്ക് വേണ്ട റിസ്ക് ഞാൻ നൽകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വല്ലാഹു യർസുഖു മാ യശാ. നമ്മളെ റിസ്ക് കുറയോ? ശരിക്കും യഥാർത്ഥത്തില് അതാണോ നമ്മുടെ പേടി? അതാണോ നമ്മൾ ഈ ദിവസത്തെ അവഗണിക്കണേന്റെ ഒരു കാരണം? ജുമാ ദിവസത്തെ അവഗണിക്കണേന്റെ കാരണം നമ്മുടെ റിസ്ക് കുറയുന്നുള്ള പേടിയൊന്നുമല്ല, നമ്മളതിനെ ഗൗരവത്തിൽ സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായിട്ടുള്ള അർത്ഥം. ആ ദിവസം വന്ന് കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ കേട്ട് 2 റക്അത്ത് അങ്ങോട്ട് നമസ്കരിച്ച് അതോടുകൂടി ആ കാര്യം കഴിഞ്ഞ് അങ്ങോട്ട് പോകാന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതിനപ്പുറത്തേക്ക് അള്ളാഹു ഈ ദിവസത്തിന് നൽകിയ ആ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ ശരിക്കും ബോധേടല്ല, അതിനെക്കുറിച്ച് നമുക്കൊരു ബോധമില്ല. അതാണ് യഥാർത്ഥത്തിൽ ഈ ദിവസത്തെ നമ്മൾ അവഗണിക്കണതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണമായിട്ട് മനസ്സിലാക്കുന്നത്. ഈ ദിവസം നേരത്തെ എത്തിയാൽ മാത്രം മതിയോ? നമ്മൾ നേരത്തെ വന്നു നിൽക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തവല്ലഅ ഫഅഹ്സനൽ വുദൂഅ സുമ്മ അതാ ജുമഅത. ഒരാൾ നല്ല രീതിയിൽ വുദൂഅെടുത്ത് ജുമഅ ദിവസം വന്നവിടിരുന്നു. ഫസ്തമി വഅൻസുത്. അവൻ ശ്രദ്ധാപൂർവ്വം ആ ജുമഅ ശ്രവിക്കുകയും അവൻ മറ്റാരോടും സംസാരിക്കാതെ, മറ്റാരോടും ആക്ഷൻ കാണിക്കാതെ അവിടെ ഇരുന്നാൽ ഒരു ജുമഅ മുതൽ മറ്റേ ജുമഅ വരെയുള്ള അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ അത് വിശദീകരിക്കുകയാണ്. വസിയാദത്തുൻ സലാസത്തുൻ അയ്യാമിൻ വമൻ മസ്സൽ ഹസ്സ ഫഖദ് ലഅ. അന്ന് മണലാണ്, അന്ന് മദീനത്തെ പള്ളി മണലാണ്. ആ മണലിൽ നിങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് വരച്ചാൽ
അല്ലെങ്കിൽ കൈ കൊണ്ട് നിങ്ങൾ ആ മണ്ണില് ചിലപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ വരയ്ക്കും. പക്ഷെ ഇന്നിപ്പോ ഫോണിലാണ് എല്ലാവരും വരച്ചുകൊണ്ടിരിക്കുന്നത്. ജുമാ ദിവസം ഫോണിൽ ഇങ്ങനെ ഒരു വരയ്ക്കല് എന്തോ ഒരു നിർബന്ധ ബാധ്യതയായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ വരയ്ക്കുകയാണെങ്കിൽ ഫഖദ് ലഅ, അവന്റെ ജുമാ നഷ്ടപ്പെട്ടു എന്നോ, അവന്റെ ജുമാ നഷ്ടപ്പെട്ടു. ഒരുവൻ അപ്പുറത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്, നീ അവനോട് സംസാരിക്കരുത്, മിണ്ടാതെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ പോലും അവന്റെ ജുമാ നഷ്ടപ്പെടുമെന്നാണ് അല്ലാഹു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന് ആലോചിച്ചിട്ട് അതിന്റെ ഗൗരവം എന്താണെന്നുള്ളത്. ഒരു അരമണിക്കൂർ മാത്രമാണ് നമ്മുടെ ഫോണൊന്ന് മാറ്റി വെക്കേണ്ടതുള്ളൂ. അരമണിക്കൂർ മാത്രമാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ആ സമയത്തും നമ്മൾ ഈ തോണ്ടലിലാണ് എങ്കിൽ നമ്മുടെ ജുമ നഷ്ടപ്പെടും, നമ്മുടെ ജുമ കിട്ടൂല. അതുമാത്രല്ല, ജുമാക്ക് വരുന്നിരിക്കുന്നത് തന്നെ ആളുകൾ ഉറങ്ങണം എന്നുള്ള നെയ്യത്തോടു കൂടിയാണ്. ഉറക്കമെന്തോ ജുമായുടെ ഒരു ഷർത്തായിട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഉറങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരെങ്കിലും ജുമാ ദിവസം കൂടെ വന്നിരിക്കുന്നുണ്ട് എങ്കിൽ അവരുടെയും ജുമാ നഷ്ടപ്പെടുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഈ ഒരു ഗൗരവത്തിൽ ഈ ദിവസത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്, വഅലമു അന്നല്ലാഹ തആല ഖദ് ഇഫ്തറള അലൈഹിം ജുമഅതി ഫീ മഖാമി ഹാദാ ഫീ യൗമി ഹാദാ ഫീ ശഹരി ഹാദാ. അല്ലാഹു റസൂൽ ഹജ്ജത്തുൽ വിദാഇന്റെ വേളയിൽ പറയുന്നതാ, ഇത്രയും പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ഈ ദിവസത്തിൽ ഒരു സമയമുണ്ട്. ആ സമയം നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, ആ ദിവസം നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു നിങ്ങളുടെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാതെ ഇരിക്കുകയില്ല. സഹാബിമാരെന്താ ചെയ്തിരുന്നെന്ന് അറിയൂ? വെള്ളിയാഴ്ച ദിവസം ആയിക്കഴിഞ്ഞാല് പിന്നീട് ആ ദിവസം അഥവാ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവര് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം ആ സമയം ഏതാണെന്നറിയില്ല. അള്ളാഹു പറഞ്ഞ ഒരു പ്രത്യേക സമയം, ആ സമയത്ത് നിങ്ങൾ ദുആ ചെയ്താൽ ആ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകാതെ ഇരിക്കുകയില്ല എന്ന്. സഹാബിമാർ ആ ദിവസത്തിൽ, നമ്മള് ഗൾഫിലൊക്കെ പോയവർക്ക് അറിയാൻ പറ്റും, ഗൾഫിലും ഖതീബ് ഒന്നാം ഖുത്ബ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ആ ഖുത്ബയുടെ ഇടയിലുള്ള ചെറിയ സമയത്ത് പോലും ആളുകൾ ഇരുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. കാരണം ആ ദിവസത്തിന് അത്രയും പ്രാധാന്യവും ഗൗരവമുണ്ട് എന്ന ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. എന്തുകൊണ്ട് നമ്മൾക്കത് നഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസത്തെ അതിന്റെ ഗൗരവത്തിൽ, അതിന്റെ പ്രാധാന്യത്തിൽ മനസ്സിലാക്കി ഈ ദിവസത്തെ അതിന്റെ ഗൗരവത്തിൽ എടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലി ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹിൽ കരീമിൽ മഅബൂദ് وأشهد أن لا إله إلا الله الرحيم المحمود وأشهد أن محمدا عبده ورسوله أشرف المولود يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്, യൗമു ഇബാദതി വഹുവ ഫീ അയ്യാമി കശ്ശഹ്രി റമളാൻ ഫി ശഹ്രി ഇജാബ. ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാസം റമളാൻ മാസമായതുപോലെ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ദിവസമാണ് ജുമുഅ ദിവസം എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. നമ്മൾ ആ ഗൗരവത്തിൽ തന്നെ ഈ ഒരു ദിവസത്തെ കാണണം. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ എല്ലാ സംഗതികളും എടുത്തു പറഞ്ഞിട്ടില്ല. ചില സംഗതികൾ, നമ്മൾ ഗൗരവം നൽകാത്ത ചില സംഗതികൾ പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ ഇടപെടുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരാളുടെ വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായിട്ട് അതിന്റെ ഗൗരവം വിശദീകരിക്കണം. അതുപോലെ നമ്മളുടെ സംസാരവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ സംസാരിക്കുന്നു. അതേ ഗൗരവത്തിൽ തന്നെ അള്ളാഹു എടുത്ത് സൂചിപ്പിച്ച ഒന്നാണ് ജുമുഅ ദിവസം എന്നത്. പരമാവധി ഈ ദിവസത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം.
പരമാവധി ഇൻഷാ അല്ലാഹ് ജുമാ ദിവസത്തിന്റെ മര്യാദയിൽപ്പെട്ട ഒന്നാണ് വളരെ നല്ല വസ്ത്രം ധരിച്ച് നല്ല കുളിച്ച് വൃത്തിയായി സുഗന്ധമെല്ലാം പൂശി പള്ളിയിലേക്ക് വരിക എന്നത്. അതതിന്റെ ഭാഗമാണ്, ജുമായുടെ ഭാഗമാണ് നല്ല വസ്ത്രം ധരിക്കാൻ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജുമാ ദിവസം ആദ്യം വരുന്ന ആളുകൾ അവരുടെ സഫുകൾ പൂർത്തീകരിച്ച്, ഖൈറു സുഫൂഫിർ റിജാലി സഫുൽ ഉലാ, പുരുഷന്മാർക്ക് ഏറ്റവും നല്ലത് ആദ്യത്തെ സഫാണ് എന്നാണ് അല്ലാഹു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സഫുകൾ ഇങ്ങനെ പൂർത്തീകരിച്ച് ഇരുന്ന് വേണം നമ്മൾ പോകാൻ. ഇതൊക്കെ ഒരു തർബിയത്തിന്റെ ഭാഗമാണ്. അല്ലാഹു റസൂൽ നൽകിയിരുന്ന ഒരു തർബിയത്തിന്റെ ഭാഗം കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസി സമൂഹത്തിന്റെ ഇടയിൽ ഒരു അടക്കും ചിട്ടയും ഒരു ക്രമവും സംഘടിത അവസ്ഥയൊക്കെ രൂപപ്പെടാൻ അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു രീതിയാണ്. അപ്പൊ ആദ്യം വരുന്ന ആളുകൾ ആദ്യത്തെ സഫ് പൂർത്തീകരിച്ച് പിന്നീട് വേണം ഏറ്റവും ബാക്കിൽ പോയിരിക്കാൻ. ഇപ്പൊ നേരെ തിരിച്ചാണ്, ബാക്കിൽ നിന്ന് ഫില്ല് ചെയ്തിട്ടാണ് ഫ്രണ്ടിലേക്ക് ആളുകൾ എത്തുന്നത്. അപ്പൊ ആദ്യത്തെ സഫ് പൂർത്തീകരിച്ച് വേണം നമ്മൾ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ ഇരിക്കാൻ. ഈ ഒരു സംഗതികൾ വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരന്റെ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഒരു അപകടം സംഭവിച്ച് അദ്ദേഹം തൃശ്ശൂര് ഹോസ്പിറ്റലിലാണ്. വളരെ സീരിയസ് ആണ്. മുജീബ് റഹ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വെന്റിലേറ്ററിലാണ് ഇപ്പോൾ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗം എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യവാനായി അള്ളാഹുവിന്റെ ദീനിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും പൂർണ്ണാരോഗ്യത്തോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെയുള്ള അപകടങ്ങളിൽ നിന്നും മറ്റു രോഗങ്ങളിൽ നിന്നും മറ്റു പ്രയാസങ്ങളിൽ നിന്നും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ മനുഷ്യന് വേണ്ടി, മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന സഹോദരന് വേണ്ടി എല്ലാവരും അവരുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم الله نشر في خلفاء الراشدين المهديين وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار إنها بئس الدار وبئس المثوى. طيب ثراهم واجعل الجنة مأواهم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. آمين آمين برحمتك يا أرحم الراحمين. قم الصلاة.